ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദിനി സൂര്യയുടെ ഡ്രസ്സ് അയൺ ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് സൂര്യ ബാത്റൂമിൽ നിന്നും വരുന്നത്. അപ്പോൾ സൂര്യ തന്നെ അതിശയിച്ചു പോവാണ്. എന്തിനാ നന്ദിനി നീ ഇതൊക്കെ ചെയ്യുന്നത്? അതെന്താ എനിക്ക് ചെയ്തൂടെ? അല്ല നന്ദിനി, നിനക്കറിയാവുന്നതല്ലേ ഞാൻ എൻ്റെ ഡ്രസ്സുകളൊക്കെ ഞാൻ അയൺ ചെയ്യാൻ കൊടുക്കാറുള്ളതല്ലേ, പിന്നെ എന്തിനാ നീ വെറുതെ ചെയ്യുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല സൂര്യ സാർ. ഇനി മുതൽ സാറിൻ്റെ ഡ്രസ്സുകളും ഷർട്ടുകളെല്ലാം തന്നെ ഞാൻ തന്നെയാണ് അയൺ ചെയ്ത് തരുന്നത്. അപ്പോൾ നന്ദിനിയുടെ ആ സംസാരമൊക്കെ കാണുമ്പോൾ സൂര്യ തന്നെ അതിശയിച്ചു പോവാണ്. ഇവൾക്കിത് എന്ത് പറ്റി? ഇവൾക്ക് നല്ല മാറ്റമുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ കേട്ടോ. അങ്ങനെ സൂര്യക്കെല്ലാം ഡ്രസ്സ് മാറ്റി കൊടുത്ത ശേഷം എന്നാൽ ഭക്ഷണം എടുത്ത് തരാൻ സൂര്യ സാറിന് വേണ്ട, ഞാൻ പുറത്തു നിന്ന് കഴിച്ചോളാം, അത് പറ്റില്ല, ഞാൻ ഇവിടെ ഉണ്ടാക്കി തരും, അത് സൂര്യ സാറ് കഴിച്ചാൽ മതി. അപ്പോഴും നന്ദിനിയുടെ ആ ഒരു സംസാരമൊക്കെ കാണുമ്പോൾ സൂര്യ തന്നെ അതിശയിച്ചു പോവാണ്. ഇവൾക്കിത് എന്ത് പറ്റി? എന്നിട്ട് സൂര്യക്കുള്ള ഭക്ഷണം എടുക്കാൻ വേണ്ടി നന്ദിനി കിച്ചണിലേക്ക് പോവാണ്. അപ്പോൾ സൂര്യ സ്വയം മനസ്സിൽ ചിന്തിക്കുകയാണ്, പാവം അതിനെ എല്ലാവരും കൂടി ഓരോന്നും എപ്പോഴും ചീത്ത പറഞ്ഞുകൊണ്ട് അതിൻ്റെ കിളി പോയതാണാവോ എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് കേട്ടോ സൂര്യ നിൽക്കുന്നത്. അങ്ങനെ ഡ്രസ്സൊക്കെ മാറിയ ശേഷം സൂര്യ കമ്പനിയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. എന്നിട്ട് ഷോക്സ് ഇടുകയാണ് കേട്ടോ. എന്നിട്ട് ഷൂ ഇടാൻ നേരമാണ് അപ്പോഴത്തേക്കും നന്ദിനി അവിടേക്ക് വരുന്നത്. അപ്പോൾ ഷോക്സ് ഇടുന്നത് കാണുമ്പോൾ നന്ദിനി അയ്യോ എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ സൂര്യ തന്നെ അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്ത് പറ്റി നന്ദിനി? അല്ല, ഇതൊന്നും സാറ് ചെയ്യേണ്ട, ഇനി മുതൽ ഞാൻ ചെയ്തോളാം. എന്തിന് ഞാൻ ചെയ്തോളാം? ഇതൊക്കെ ഞാൻ തന്നെ സ്വയം ചെയ്യുന്നതാണ്. അല്ല, ഇനി മുതൽ സാർ ഇതൊന്നും ചെയ്യേണ്ട, ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞ് സൂര്യയുടെ കാലിൽ ഷോക്സ് ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഷൂ ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഷൂസ് പോളിഷ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ സൂര്യ, ഇതല്ല നീ വീട്ടു ജോലിയും ആ പാചകം ചെയ്യുന്നതും എല്ലാം തന്നെ ശരി, പക്ഷേ ഇതിപ്പോൾ ഇവിടുന്ന് ആ ഷൂ പോളിഷ് ചെയ്യുന്നതൊക്കെ പഠിച്ചത്? അതോ എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നില്ലേ രണ്ടാൾ? അപ്പോൾ നീ എന്നെ അർത്തുവിൻ്റെയും കിച്ചുവിൻ്റെയും സ്ഥാനത്താണോ കാണുന്നത്? അപ്പോൾ നന്ദിനി പുഞ്ചിരിച്ചുകൊണ്ട് പറയണേ, എപ്പോഴൊക്കെ സാറിൻ്റെ പെരുമാറ്റം കാണുമ്പോൾ അതിലും കുഞ്ഞായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത് എന്നൊക്കെ പറയട്ടോ. അങ്ങനെ നന്ദിനി പറയണേ, എവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് റൂമിലേക്ക് പോയിട്ട് സൂര്യയുടെ ബാഗ് എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇതെന്താണിപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ഇതും ഇനി മുതൽ ഞാനാണ് ചെയ്തു തരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അപ്പോൾ സൂര്യ പറയണം, ഞാൻ പിടിച്ചോളാം, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറയുമ്പോൾ വേണ്ട, ഞാൻ കൊണ്ടുതരാം എന്ന് പറഞ്ഞ് സൂര്യയോടൊപ്പം കാറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് കാറിലേക്ക് സൂര്യ കയറട്ടോ. അപ്പോൾ നന്ദിനി ബാഗ് കൊടുക്കുകയാണ്. എന്നിട്ട് നന്ദിനി ഇനി മുതൽ ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ കാണുമ്പോൾ സൂര്യ കയറാൻ നേരത്ത് പറയാണ്, അല്ല നന്ദിനി, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പം തന്നെ എന്നെ ഫോൺ വിളിക്കണം. ഇനിയിപ്പോൾ ഡോക്ടറുടെ അടുത്തേക്ക് എങ്ങാനും പോകണമെന്നുണ്ടെങ്കിൽ അതും എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി. അപ്പോൾ നന്ദിനി പറയണേ, എനിക്ക് ഡോക്ടറുടെ അടുത്തേക്കൊന്നും പോവണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നന്ദിനിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് കരുതിയിട്ടാണ്, നന്ദിനീൻ്റെ തലയ്ക്ക് എന്തെങ്കിലും പറ്റിയെന്നുള്ള ഭാവത്തിലാണ് സൂര്യ സംസാരിക്കുന്നത്. കണ്ടിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇനി മുതൽ കണ്ടുകൊണ്ട് തന്നെ മനസ്സിലാക്കണം. അത് കേട്ടപ്പോൾ സൂര്യ തന്നെ, ഇതിപ്പോൾ എന്താ ഇവൾ ഇങ്ങനെ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സൂര്യ കാറിൽ കയറി പോകുന്നത്. അപ്പോൾ നന്ദിനി സൂര്യ പോകുന്നത് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നന്ദിനി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഒന്ന് എൻ്റെ മുഖത്ത് നോക്കി ഒന്ന് നോക്കിയിട്ട് പൊയ്ക്കൂടെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാട്ടോ. ഇതെന്ത് ഗൗരവമാണ്, ഒന്ന് നോക്കുന്നത് പോലും ഇല്ലല്ലോ എന്നൊക്കെ മനസ്സിൽ വിഷമത്തോടു കൂടി ചിന്തിക്കാട്ടോ. അങ്ങനെ സൂര്യയാണെങ്കിലും നന്ദിനിയെ കാറിൽ കയറിയ ശേഷം നോക്കാതെ കാർ എടുത്തുകൊണ്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ നന്ദിനി ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇനി ഒന്ന് നോക്കിയിട്ട് പോയാൽ എന്താണ് ഈ സാറിന്, എന്തിനാണ് സാറിന് ഇത്ര ഗൗരവം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് നന്ദിനി പിന്നെ അകത്ത് കയറുന്നത്. എന്നിട്ട് റൂമിലേക്ക് പോയ ശേഷം പിന്നെ ആരതിയെ ഫോൺ വിളിക്കുകയാണ്. അപ്പോൾ നല്ല സന്തോഷത്തിലാണ് ആരതിക്ക് ഫോൺ വിളിക്കുന്നത്. അപ്പോൾ ആരതി ചോദിക്കുകയാണ്, അല്ല നന്ദിനി, നിൻ്റെ സ്വരത്തിലൊക്കെ നല്ല മാറ്റം ഉണ്ടല്ലോ, എന്തു പറ്റി നിനക്ക്? ഞാൻ ആരതിയോട് ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. ഞാൻ എപ്പോഴും ആരതി, ഞാൻ പറയാറില്ലേ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്നുള്ളത്? നീ പറയാറുണ്ട്, എങ്കിൽ ഞാൻ ഇനി പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. കാരണം എനിക്ക് വയ്യാതെ കിടന്ന സമയത്ത് സൂര്യ സാർ എനിക്ക് വേണ്ടി എന്തെല്ലാമാണ് ചെയ്തത്. ഈ വീടിൻ്റെ അഭിമാനവും അന്തസ്സും ഒന്നും നോക്കാതെ സൂര്യ സാർ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു. എന്നിട്ട് അങ്ങനത്തെ സൂര്യ സാറിനെ തനിച്ചാക്കി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഇനി മുതൽ സൂര്യ സാറിനെ വിട്ട് ഞാൻ എവിടേക്കും പോവില്ല. അത് കേട്ടപ്പോൾ ആരതിക്ക് നല്ല സന്തോഷമാവാണ്. അപ്പോൾ ആരതി പറയണേ, നല്ല തീരുമാനമാണ് നന്ദിനി, അങ്ങനെ തന്നെയാണ് വേണ്ടത്. നീ ഒരിക്കലും ഏട്ടനെ വിട്ടു പോവരുത്. പിന്നെ സൂര്യയ്ക്ക് വേണ്ടി ചെയ്തു കൊടുത്ത എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടു കൂടി നന്ദിനി ആരതിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ആരതിക്കും ഒരുപാട് സന്തോഷമാവാണ്. അപ്പോൾ ആരതി പറയണേ, നിനക്കിപ്പോൾ ഏട്ടനെ വല്ലാത്ത സ്നേഹമുണ്ട്, നീ ഏട്ടനെ പ്രേമിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് നിൻ്റെ മനസ്സിൽ ഇങ്ങനെ
ഇങ്ങനെയൊക്കെ ഉള്ള സന്തോഷമൊക്കെ തോന്നുന്നത്? ഞാനും വിവേകും ഒരുപാട് കാലം പ്രേമിച്ച് നടന്നവരല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാവും. നീ ആദ്യമായിട്ടല്ലേ പ്രേമിക്കുന്നത്, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ആരതിയും തിരിച്ച് നന്ദിനിയോട് കാര്യം പറയട്ടെ. അങ്ങനെ പിന്നെ നന്ദിനി പറയണേ, എനിക്കിപ്പോൾ സൂര്യ സാർ ആരെങ്കിലും പെണ്ണുങ്ങളുടെ കുറിച്ച് പറഞ്ഞാലൊന്നും ആദ്യമൊന്നും എനിക്കൊന്നും തോന്നിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. എനിക്ക് സൂര്യ സാർ ഏതെങ്കിലും പെണ്ണുങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ എനിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നു. അതുപോലെ കമ്പനിയിൽ അന്ന് പോയ സമയത്ത് സൂര്യ സാറിൻ്റെ തൊട്ടടുത്ത് അവിടെ നിന്ന് ഒരു സ്റ്റാഫ് നിന്നിട്ട് സെൽഫിയൊക്കെ എടുത്തു. അതൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല ദേഷ്യമാണ് വന്നത്. എന്നിട്ട് ആ പെണ്ണിന് ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട്. നല്ല ദേഷ്യപ്പെട്ടു അവളോട്. ഇനി സൂര്യ സാറിൻ്റെ അടുത്ത് പോലും വന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവളോട് ദേഷ്യപ്പെട്ടു എന്നൊക്കെ പറയട്ടെ. അത് കേൾക്കുമ്പോൾ ആരതിക്ക് നന്ദിനി സൂര്യയെ പ്രേമിച്ചു തുടങ്ങുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാവാണ്. അങ്ങനെ അവസാനം ആരതി പറയാണ്, നിൻ്റെ ഈ സ്നേഹം ഒരിക്കലും ഏട്ടന് കണ്ടില്ല എന്ന് വെക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. അങ്ങനെ ഫോൺ വെച്ച ഉടനെ തന്നെ ആരതി തിരിച്ചും നന്ദിനിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ആ നന്ദിനി, നിന്നോടൊരു കാര്യം ചോദിക്കാൻ മറന്നു. അല്ല, ഇപ്രാവശ്യം വിഷുവിന് ഏട്ടനെ കൈനീട്ടം കൊടുക്കാൻ നിൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും എത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അത് കഴിഞ്ഞ തവണ ഉണ്ടായ പ്രശ്നം തന്നെ ആരതി, നിനക്ക് അറിയാവുന്നതല്ലേ. അത് കഴിഞ്ഞ തവണത്തെ പോലെയല്ലല്ലോ. നീ ഇപ്പോൾ ഏട്ടനെ സ്നേഹിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഏട്ടന് ഭാര്യ വീട്ടിൽ നിന്നും ചെയ്യേണ്ട എല്ലാ ചടങ്ങുകളും ചെയ്യണം. അതുകൊണ്ട് ധൈര്യമായിട്ട് അവരോട് വരാൻ പറ. എന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. അത് ഏട്ടന് കൊടുക്കുന്ന അംഗീകാരം കൂടിയാണ്. അതുകൊണ്ട് നീ നിൻ്റെ വീട്ടിലുള്ളവരോട് ഏട്ടന് ചെയ്യാവുന്ന ചടങ്ങുകളൊക്കെ ചെയ്യാൻ വേണ്ടി പറ. എന്നാൽ ശരി ആരതി എന്ന് പറഞ്ഞാണ് ഫോൺ വെക്കുന്നത്. അങ്ങനെ അതിന് സുദേവൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് കാര്യം പറയാണ്, അച്ഛൻ സൂര്യ സാറിന് കൈനീട്ടമായിട്ട് ഇവിടേക്ക് എന്തെങ്കിലും കൊണ്ടുവരണം. ഇനിയിപ്പോൾ സൂര്യ സാറിൻ്റെ ഭാര്യ വീട്ടിൽ നിന്നും വിഷുവായിട്ട് കൈനീട്ടം കിട്ടിയില്ല എന്നുള്ള ഒരു കുറവ് വരരുത്. അതുകൊണ്ടാണ് അച്ഛൻ അതിന് കൈനീട്ടം കൊടുക്കാൻ വേണ്ടി വെറുതെ കടമൊന്നും വാങ്ങണ്ട. അച്ഛൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് അത് മാത്രം കൊണ്ടുവന്നാൽ മതി എന്നൊക്കെ പറയട്ടെ. എന്നാൽ ശരി മോളെ, ഞാൻ ഉറപ്പായിട്ടും വരാം. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, പ്രശ്നം ഉണ്ടായാലും ഒരു കുഴപ്പവുമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെന്ന് ചെയ്യാൻ വെച്ചാൽ എന്നൊക്കെ പറയട്ടെ. അപ്പോൾ സുദേവന് നന്ദിനിയുടെ സംസാരത്തിൽ നല്ല സന്തോഷം ഉണ്ടെന്ന് മനസ്സിലാവാണ്. മോളെ, നിനക്ക് അവിടെ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി പറയണം, എനിക്ക് സുഖമാണ് അച്ഛാ. ഞാൻ അച്ഛനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പറയാറുള്ളത് പോലെയല്ല. എനിക്കിവിടെ നല്ല സന്തോഷമാണ്. സൂര്യ സാറിന് എന്നെ വലിയ കാര്യമാണ്. എനിക്ക് സൂര്യ സാറിനെയും വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വയ്ക്കുന്നത്. അപ്പോൾ സുദേവൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, എൻ്റെ മോൾ ആ വീട്ടിലേക്ക് പോയ ശേഷം ഇതുവരെയും ഇത്ര സന്തോഷത്തിൽ സംസാരിച്ചിട്ടില്ല എന്നൊക്കെ ചിന്തിക്കുകയാണ്. പിന്നീട് രാത്രിയാകുന്ന സമയത്ത് നന്ദിനി സൂര്യയുടെ ഡ്രസ്സൊക്കെ മടക്കി വെക്കുകയാണ്. ആ സമയത്ത് ഇന്ദ്രജ പാത്തും പതുങ്ങിയും നന്ദിനിയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് പറയണ, നന്ദിനി, നീ ഇന്നലെ കൊണ്ടുവന്ന ആ സാരി എനിക്കൊന്ന് കാണണം. നീ അതൊന്ന് എടുത്തു തരുമോ എന്ന് ചോദിക്കുമ്പോൾ, അതിനെന്താ എന്ന് പറഞ്ഞ് ആ സാരി എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ദ്രജ ആ സാരി ഇഷ്ടപ്പെട്ടിട്ട് അതിങ്ങനെ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ അതിലെ വില കാണുമ്പോൾ 24,000 രൂപയോ എന്ന് ചോദിക്കുമ്പോൾ, അതെ, ഇന്ദ്രജ മേഡം എടുക്കുമ്പോൾ വില കൂടിയ സാരിയല്ലേ മേഡമൊക്കെ എടുക്കാറുള്ളത്, അതുകൊണ്ടാണ് വില കൂടിയ സാരി വാങ്ങിയത്. ഇതെനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടല്ലേ നന്ദിനി. ഇത് മേഡത്തിന് നന്നായിട്ട് ചേരുന്നുണ്ട്. നന്ദിനി, ഞാൻ ഈ സാരി എടുത്തോട്ടെ, ഞാനിത് റൂമിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ. അയ്യോ മേഡം, അതെങ്ങാനും പത്മ മേഡം അറിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവില്ലേ. എനിക്കും പ്രശ്നമാവും, ഒപ്പം മേഡത്തിനും പ്രശ്നമാവും. വേണ്ട, അത് വേണ്ട. അല്ല, ഞാൻ അമ്മ കാണാതെ ഞാൻ എൻ്റെ റൂമിൽ വെച്ചോളാം. ഞാനത് ഉടുക്കാതെ വെച്ചാലും എനിക്ക് എൻ്റെ അനിയൻ തന്നതിൻ്റെ ആ ഒരു സന്തോഷം, അവൻ സ്നേഹത്തോടു കൂടി എനിക്ക് തന്നതല്ലേ, ഇത് ഞാൻ എൻ്റെ റൂമിൽ കൊണ്ടുപോയി വെച്ചോളാം. എനിക്കെന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാമല്ലോ. ഞാനിത് ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് എൻ്റെ ഡ്രസ്സിൽ നിന്നും ഞാനതെടുത്ത് ഉടുക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് മനസ്സിലാവില്ലല്ലോ. അല്ല, അതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമാവും. അത് വേണ്ട. എങ്കിലും ഞാനിത് ഉടുക്കുന്നില്ല. എന്നാലും എൻ്റെ ഷെൽഫിൽ ഇത് ഇരുന്നോട്ടെ. എൻ്റെ അനിയൻ എനിക്ക് തന്നതിനുള്ള സന്തോഷം കൊണ്ട് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കിക്കോളാം. ഞാനിത് എടുത്തോട്ടെ നന്ദിനി എന്ന് പറഞ്ഞപ്പോൾ നന്ദിനി പെട്ടെന്ന് ഇന്ദ്രജയുടെ കയ്യിൽ നിന്നും ആ സാരി വാങ്ങാൻ കേട്ടോ. അപ്പോൾ ഇന്ദ്രജ തന്നെ അങ്ങ് ഞെട്ടിപ്പോണി, ഇവളെന്താ വാങ്ങുന്നത് എന്നുള്ള ഭാവത്തിലിട്ട്. അങ്ങനെ നന്ദിനി ആ സാരി എടുത്ത് ബോക്സിലാക്കുകയാണ്. എന്നിട്ട് കവറിലിട്ട ശേഷം ഇന്ദ്രജയ്ക്ക് കൊടുക്കാണ്ട്, മേഡം ഇത് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട്, ഞാനിത് ആരോടും പറയില്ല. അപ്പോൾ ഇന്ദ്രജ അത് വാങ്ങിയിട്ട് പോകുന്ന സമയത്ത്, മേഡം ഒന്ന് അവിടെ നിൽക്കുക എന്ന് പറഞ്ഞ് സൂര്യ കൊടുത്ത് ആ ക്യാഷും എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതും സൂര്യ സാറ് തന്നതല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ ആ ക്യാഷും വാങ്ങിയിട്ടാണ് ഇന്ദ്രജ അവിടെ നിന്നും പോകുന്നത് കേട്ടോ. അങ്ങനെ ഇന്ദ്രജ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ആ സാരിയും ക്യാഷൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുകയാണ്. നല്ല സന്തോഷത്തിൽ നോക്കുകയാണ്. ഇത് അമ്മയെ അറിയിക്കാതിരുന്നാൽ മതിയല്ലോ എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അപ്പോൾ പെട്ടെന്നാണ് അവിടേക്ക് വേദ വരുന്നത്. അപ്പോൾ വേദ ഇത് കാണുകയാണ്. വേദയെ കണ്ടതോടുകൂടി ഇന്ദ്രജ അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ നാണമുണ്ടോ ഈ രാത്രിയിൽ അവളുടെ റൂമിൽ പോയി ഇരക്കാൻ? ഇത് ഞാൻ അമ്മയോട് പറയും. ഇനിയിപ്പോൾ ഇതെങ്ങാനും അമ്മയുടെ മുന്നിൽ വെച്ച് അവൾ പറയും, അല്ലെങ്കിൽ സൂര്യ പറയും, എന്തിനാണ് ഇതിന് നിന്നത്, എന്താ ചേച്ചിക്ക് ഇതിനേക്കാളും വലിയ സാരി, വില കൂടിയ സാരിയൊക്കെ അമ്മയോട് പറഞ്ഞാൽ അമ്മ വാങ്ങി തരുമല്ലോ, ചേച്ചിക്ക് എത്ര ക്യാഷ് പറഞ്ഞാലും അമ്മ തരുമല്ലോ, എന്തിനാണ് അവൾ
അവളുടെ റൂമിൽ പോയിട്ട് നാണം കെട്ട ഈ പരിപാടിക്ക് നിന്നത് എന്നൊക്കെ പറയുമ്പോൾ നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഇനിയിപ്പോൾ ഇത് വാങ്ങാൻ പോയതിന് എന്ത് പുതിയ കഥയാണാവോ ഇനി ചേച്ചി പറയാൻ പോകുന്നത്? നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് വേദ എന്ന് പറഞ്ഞ് കാര്യം പറയാൻ ഒരുങ്ങുകയാണ് കേട്ടോ. അപ്പോൾ വേദ ഇനിയിപ്പോൾ എന്താണാവോ ചേച്ചി പറയാൻ വരുന്നത് എന്നുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത്.